My dear friends, welcome back to C4 ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അത് റൂട്ട് വേർഡ് വെച്ച് എങ്ങനെ നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കാം. ഇത് വൊക്കാബുലറി ഒരു പാർട്ടാണ്. മിക്ക PSC പരീക്ഷകൾക്കും അല്ലെങ്കിൽ LD ക്ലർക്ക് എക്സാമിനേഷന് നിശ്ചയമായും വൊക്കാബുലറിയിൽ നിന്ന് അല്ലെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് റൂട്ട് വേർഡ് വെച്ച് എങ്ങനെ വൊക്കാബുലറി പഠിക്കാം എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. ഇന്ന് നമ്മൾ ക്രസി ഒരു റൂട്ട് വേർഡാണ്. അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡെമോ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ പഠിക്കാമെന്ന്. ക്രസി ക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്നാണ്. ക്രസി ഗവൺമെൻറ് എന്നും പറയാം, റൂൾ എന്നും പറയാം. ക്രസി ക്രസി മീൻസ് ഗവൺമെൻറ് അല്ലെങ്കിൽ റൂൾ. ഉദാഹരണത്തിന് നോക്കാം. ഡെമോക്രസി. ഇവിടെ ഡെമോ എന്ന് പറഞ്ഞാൽ അർത്ഥം പീപ്പിൾ എന്നാണ് അർത്ഥം. ഡെമോ മീൻസ് പീപ്പിൾ, ക്രസി മീൻസ് ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് ബൈ പീപ്പിൾ എന്ന് പരീക്ഷയിൽ ചോദിച്ചാൽ ഉത്തരം ഡെമോക്രസി. അപ്പോൾ ഗവൺമെൻറ് ബൈ പീപ്പിൾ, ഗവൺമെൻറ് ബൈ പീപ്പിൾ. അപ്പോൾ ഗവൺമെൻറ് ബൈ പീപ്പിൾ ആണ് ഡെമോക്രസി. അപ്പോൾ ഡെമോ മീൻസ് പീപ്പിൾ, ക്രസി മീൻസ് ഗവൺമെൻറ്. ഇനി എവിടെ ക്രസി എന്ന് കണ്ടാലും ഗവൺമെൻറ് ആണ്, എവിടെ ഡെമോ എന്ന് കണ്ടാലും പീപ്പിളാണ്. മറ്റൊന്ന് നോക്കാം. ഡെമോഗ്രഫി. ഡെമോഗ്രഫി ഇവിടെ ഡെമോ ഉണ്ട്. ഡെമോഗ്രഫി മീൻസ് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ആണ്. അപ്പോൾ പീപ്പിളോട് ബന്ധപ്പെട്ടാണ് പോപ്പുലേഷൻ. അപ്പോൾ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ, സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. മറ്റൊന്ന് നോക്കാം. ഡെമോഗോഗ്. ഡെമഗോഗ്. ഡെമഗോഗ് ഡെമോ ഇവിടെയും ഡെമഗോഗ് എന്നാണ്. ഡെമഗോഗ് 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 എന്ന് പറഞ്ഞാൽ ലീഡർ ഓഫ് ദി പീപ്പിൾ എന്നാണ്. ഇപ്പോൾ നരേന്ദ്രമോദി ഈസ് എ ഡെമഗോഗ്, പിണറായി വിജയൻ ഈസ് എ ഡെമഗോഗ്, ഉമ്മൻചാണ്ടി ഈസ് എ ഡെമഗോഗ്. അപ്പോൾ ഡെമഗോഗ് മീൻസ് ലീഡർ ഓഫ് ദി പീപ്പിൾ എന്നാണ്. ലീഡർ ഓഫ് ദി പീപ്പിൾ. അപ്പോൾ ഡെമോ എന്ന് പറഞ്ഞാൽ പീപ്പിൾ, ക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്. ഇപ്പം ഡെമോക്രസി ഗവൺമെൻറ് ബൈ പീപ്പിൾ. ഡെമോഗ്രഫി, ഡെമോ മീൻസ് പീപ്പിൾ. അപ്പോൾ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ആണ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റഡിക്കാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഡെമഗോഗ്, ഡെമഗോഗ് എന്ന ലീഡർ ഓഫ് ദി പീപ്പിൾ. അപ്പോൾ നമ്മൾ ഇന്ന് എത്ര വാക്ക് പഠിച്ചു? ഡെമോക്രസി പഠിച്ചു, ഡെമോഗ്രഫി പഠിച്ചു, ഡെമഗോഗ് പഠിച്ചു. ഡെമോയിൽ നിന്ന്, ക്രസിയിൽ നിന്ന് നമുക്ക് പഠിച്ചു ക്രസി മീൻസ് ഗവൺമെൻറ്. ഇങ്ങനെ ക്രസി വെച്ചുള്ള കുറേ വാക്കുകൾ നമ്മളിനി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഡെമോക്രസി മീൻസ് ഗവൺമെൻറ് ബൈ പീപ്പിൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഫോർ ദി പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ് ബൈ ദ പീപ്പിൾ, അതാണ് ഡെമോക്രസി. ഡെമോഗ്രഫി മീൻസ് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. ഡെമോ മീൻസ് പീപ്പിൾ. ഡെമഗോഗ് മീൻസ് ലീഡർ ഓഫ് ദി പീപ്പിൾ. ഇനി മറ്റൊരു ക്രസി വേർഡ് നോക്കാം. ആട്ടോക്രസി. ആട്ടോക്രസി ആട്ടോക്രസി എന്ന് പറഞ്ഞാൽ ഇതും ക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്. ആട്ടോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ വൺ എന്നാണ്. ഗവൺമെൻറ് ബൈ വൺ ആണ് ഓട്ടോക്രസി. അപ്പോൾ ഗവൺമെൻറ് ബൈ വൺ എന്ന് ചോദിച്ചാൽ ആട്ടോക്രസി എന്ന് പറയണം. അത് മൊണാർക്കി എന്ന് പറഞ്ഞാൽ മൊണാർക്കി ഇതിനകത്തുള്ള ആർച്ചാണ്. എന്താണ് ആർച്ചിൻ്റെ അർത്ഥം? ആർച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് എന്നാണ്. ആർച്ച് മീൻസ് ഹെഡ്. ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഹെഡ് ബിഷപ്പ് എന്നാണ്. അപ്പോൾ മൊണാർക്കി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ കിങ് ആണ്. അപ്പോൾ ഗവൺമെൻറ് ബൈ കിങ് ആണ് മൊണാർക്കി. ഗവൺമെൻറ് ബൈ വൺ ആണ് ഓട്ടോക്രസി. ഇത് തമ്മിൽ എന്ത് ചെയ്യരുത്? തിരിഞ്ഞു പോരുത്. മൊണാർക്കി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ കിങ് ആണ്. ആർച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ്. ഗവൺമെൻറ് കിങ് ഹെഡായിട്ടുള്ളതാണ് മൊണാർക്കി, ഗവൺമെൻറ് ബൈ കിങ്. ഗവൺമെൻറ് ബൈ വൺ ഒരാളുടെ ഗവൺമെൻറ് ആണ് ആട്ടോക്രസി. അപ്പോൾ ആട്ടോക്രസി ഗവൺമെൻറ് ബൈ വൺ ആട്ടോക്രസി, ഗവൺമെൻറ് ബൈ കിങ് മൊണാർക്കി. മറ്റൊന്ന് നോക്കൂ. ബ്യൂറോക്രസി.
ഇത് ഈ ബ്യൂറോയുടെ സ്പെല്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ബ്യൂറോയുടെ സ്പെല്ലിംഗ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതിലെ ബ്യൂറോ ആണ്. ഇപ്പോൾ ബ്യൂറോക്രസി. ഇപ്പോൾ ക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്. അപ്പോൾ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ സിവിൽ സർവൻസ് എന്നാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ബൈ ഒഫീഷ്യൽസ് ആണ് ബ്യൂറോക്രസി. ഗവൺമെൻറ് ബൈ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബൈ സിവിൽ സർവൻസ്, രണ്ട് ചോദിച്ചാലും നമ്മൾ പറയാം. ഈ LD ക്ലർക്ക് എക്സാമിനേഷന് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്. അപ്പോൾ ഇന്നാളൊരു LD ക്ലർക്കിന് 10 LD ക്ലർക്കിന് എക്സാം ഉണ്ടായിരുന്നു, 10 എണ്ണത്തിലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഡിഫറൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഗവൺമെൻറ് ബൈ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബൈ സിവിൽ സർവൻസ് എന്ന് പറയുന്നത് ബ്യൂറോക്രസി. ഇപ്പോൾ ഗവൺമെൻറ് ബൈ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ സിവിൽ സർവൻസ് ബ്യൂറോക്രസി. അതുപോലെ മറ്റൊന്നാണ് പ്ലൂട്ടോക്രസി. ഈ പ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ റിച്ച്. അപ്പോൾ പ്ലൂട്ടോ അല്ലെങ്കിൽ വെൽത്ത് അല്ലെങ്കിൽ റിച്ച്നെസ് അല്ലെങ്കിൽ വെൽത്തിനെയാണ് നമ്മൾ പ്ലൂട്ടോ എന്ന് പറയുന്നത്. ഇവിടെ ക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്. പ്ലൂട്ടോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ റിച്ച്. ഗവൺമെൻറ് ബൈ റിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ് ബൈ വെൽത്തി പീപ്പിൾ. ഗവൺമെൻറ് ബൈ വെൽത്തി പീപ്പിൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ബൈ റിച്ച് എന്ന് ചോദിച്ചാൽ ഉത്തരം പ്ലൂട്ടോക്രസിയാണ്. അപ്പോൾ പ്ലൂട്ടോക്രസി ഗവൺമെൻറ് ബൈ റിച്ച്, പ്ലൂട്ടോക്രസി. ഗവൺമെൻറ് ബൈ സിവിൽ സർവൻസ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് ബ്യൂറോക്രസി. ഈ ബ്യൂറോയുടെ സ്പെല്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ബ്യൂറോക്രസി. മറ്റു നോക്കാം. അരിസ്റ്റോക്രസി. ഈ പീപ്പിൾ എന്ന് പറഞ്ഞാൽ എലീറ്റ് പീപ്പിളാണ്. എലൈറ്റ് എന്നല്ല, മറ്റേ കേക്കാണെങ്കിൽ എലൈറ്റ് എന്ന് വായിക്കാം, പക്ഷേ ആക്ച്വൽ വായിക്കേണ്ടത് എലീറ്റ് എന്നാണ്. എലീറ്റ് ക്ലാസ്സിനെയാണ് വളരെ നോബിളായിട്ടുള്ള, വളരെ നിലയും വിലയുമുള്ള ആൾക്കാരെയാണ് നമ്മൾ എലീറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് എന്നാണ് അർത്ഥം. ഇത് പരീക്ഷയ്ക്ക് സിനോനിം ചോദിച്ചിട്ടുണ്ട്, ദ ബെസ്റ്റ്. എലീറ്റ് മീൻസ് ബെസ്റ്റ്. കേക്കിൻ്റെ കാര്യം പറയുമ്പോൾ എലൈറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എലീറ്റ് എന്നാണ്. എലീറ്റ് ക്ലാസ് മീൻസ് ദ ബെസ്റ്റ് ക്ലാസ്. അപ്പോൾ അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ വളരെ സമൂഹത്തിൽ നിലയും വിലയുള്ള ആൾക്കാരെയാണ് അല്ലെങ്കിൽ പ്രഭുക്കന്മാരെയാണ് അരിസ്റ്റോക്രാറ്റിക് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്രസി മീൻസ് ഗവൺമെൻറ്. അപ്പോൾ ക്രസീനെ എവിടെ കണ്ടാലും നമുക്ക് ഗവൺമെൻറ് എന്ന് മനസ്സിലായി. അപ്പോൾ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ആയിരിക്കും ഓപ്ഷനിലുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ നോബിൾസ് എന്ന്. അപ്പോൾ ഗവൺമെൻറ് ബൈ നോബിൾസ് അല്ലെങ്കിൽ എലീറ്റ് ക്ലാസ് ആണ്. ഗവൺമെൻറ് ബൈ എലീറ്റ് ക്ലാസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബൈ നോബിൾസ് അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ ഗവൺമെൻറ്റാണ് അരിസ്റ്റോക്രസി. അപ്പോൾ അരിസ്റ്റോക്രാറ്റിക് പീപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ എലീറ്റ് ക്ലാസ് എന്ന് അർത്ഥം. അടുത്തൊന്ന് സ്ട്രാറ്റോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ മിലിറ്ററി. ഇപ്പോൾ മിലിറ്ററിയാണ് ഭരിക്കുന്നതെങ്കിൽ അതിനെ സ്ട്രാറ്റോക്രസി എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ബൈ മിലിറ്ററി. അപ്പോൾ ഗവൺമെൻറ് ബൈ മിലിറ്ററിയാണ് സ്ട്രാറ്റോക്രസി. ഇപ്പോൾ സ്ട്രാറ്റോക്രസിക്ക് നമുക്ക് ഡെസ്പോട്ടിസം എന്നും പറയാം. ഡെസ്പോട്ടിസം. ഗവൺമെൻറ് ബൈ മിലിറ്ററിക്ക് വേറൊരു വാക്കാണ് ഡെസ്പോട്ടിസം. അപ്പോൾ അരിസ്റ്റോക്രസി മീൻസ് ഗവൺമെൻറ് ബൈ നോബിൾസ്. ഗവൺമെൻറ് ബൈ നോബിൾസ് ആണ് അരിസ്റ്റോക്രസി. ഗവൺമെൻറ് ബൈ മിലിറ്ററിയാണ് സ്ട്രാറ്റോക്രസി അല്ലെങ്കിൽ ഡെസ്പോട്ടിസം. അടുത്ത് നമുക്ക് നോക്കാൻ വരുന്നത് തിയോക്രസി. തിയോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ പ്രീസ്റ്റ് എന്നാണ്. ഒരു പ്രീസ്റ്റ് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിലീജിയസ് പീപ്പിൾ ചേർന്ന് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ തിയോക്രസി എന്ന് പറയും. ഇപ്പോൾ വത്തിക്കാൻ എന്ന് പറയുന്ന ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. ഗവൺമെൻറ് ബൈ പ്രീസ്റ്റ്. ഗവൺമെൻറ് ബൈ പ്രീസ്റ്റ് അല്ലെങ്കിൽ റിലീജിയസ് പീപ്പിളിനെയാണ് നമ്മൾ തിയോക്രസി എന്ന് പറയുന്നത്. ഗവൺമെൻറ് ബൈ പ്രീസ്റ്റ് അല്ലെങ്കിൽ റിലീജിയസ് പീപ്പിളാണ് ഹെഡഡ് ബൈ. അതേസമയം നമ്മൾ തിയാർക്കി എന്ന് പറയും. ഇതും PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, രണ്ടും കൂടെ മാറിപ്പോരുത്. അപ്പോൾ തിയാർക്കി നമ്മൾ നേരത്തെ പറഞ്ഞു ആർച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് എന്നാണ്. തിയാർക്കി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ ഗോഡ് ഓർ ഗോഡ്സ് ആണ്. ഗവൺമെൻറ് ബൈ ഗോഡ് ഓർ ഗോഡ്സ് ആണ് തിയാർക്കി. ഗവൺമെൻറ് ബൈ ഗോഡ് ഓർ ഗോഡ്സ്. ഇപ്പോൾ ഗവൺമെൻറ് ബൈ ഗോഡ് ഓർ ഗോഡ്സ് ആണ് തിയാർക്കി. ഗവൺമെൻറ് ബൈ പ്രീസ്റ്റ് അല്ലെങ്കിൽ റിലീജിയസ് പീപ്പിളാണ് തിയോക്രസി. ഇപ്പോൾ തിയോക്രസി ഗവൺമെൻറ് ബൈ പ്രീസ്റ്റ്, തിയാർക്കി ഗവൺമെൻറ് ബൈ ഗോഡ് ഓർ ഗോഡ്സ്.
മറ്റൊരു ക്രസി വേർഡ് നോക്കാം. ഹാഗിയോക്രസി. ഹാഗിയോക്രസി. ഈ ഹാഗിയോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ ഹോളി മെൻ. നമ്മൾ ഈ സേക്രട്ടായുള്ള പരിശുദ്ധന്മാർ, വിശുദ്ധന്മാർ ചേർന്ന്, സന്യാസിമാരൊക്കെ ചേർന്ന് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ ഹാഗിയോക്രസി എന്ന് പറയും. ഗവൺമെൻറ് ബൈ ഹോളി മെൻ. ഗവൺമെൻറ് ബൈ ഹോളി മെൻ ആണ് ഹാഗിയോക്രസി എന്ന് പറയുന്നത്. ഈ ഹോളി എന്ന് പറഞ്ഞ അർത്ഥം, ഹോളി മീൻസ് സേക്രഡ് എന്നാണ് അർത്ഥം. ഹോളി മീൻസ് സേക്രഡ്. ഈ സേക്രഡിൻ്റെ ഹോളിക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഹോളി അല്ലെങ്കിൽ സേക്രഡ്. ഹോളി അല്ലെങ്കിൽ സേക്രഡിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പ്രൊഫൈൻ എന്നാണ്. അപ്പോൾ പരിശുദ്ധമായതാണ് സേക്രഡ് അല്ലെങ്കിൽ ഹോളി, അതിന് ഓപ്പോസിറ്റ് പരിശുദ്ധമല്ലാത്തതാണ് പ്രൊഫൈൻ. അപ്പോൾ ഹാഗിയോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ ഹോളി മെൻ. ഹോളി മീൻസ് സേക്രഡ്, അല്ലെങ്കിൽ ഹോളി എന്ന് സേക്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഹോളി അല്ലെങ്കിൽ സേക്രഡിൻ്റെ ഓപ്പോസിറ്റാണ് പ്രൊഫൈൻ. പ്രൊഫൈൻ എന്ന് വിശുദ്ധമല്ലാത്തത്, ഇത് വിശുദ്ധമായത്. അപ്പോൾ ഹാഗിയോക്രസി, ഗവൺമെൻറ് ബൈ ഹോളി മെൻ ആണ് ഹാഗിയോക്രസി. ഇനി മറ്റൊരു ക്രസി വേർഡ് നോക്കൂ. ക്ലപ്റ്റോക്രസി. ഇതാണ് ക്ലപ്റ്റോക്രസി. നോക്കുക, ഈ കള്ളന്മാർ ചേർന്ന് ഗവൺമെൻറ്റിൽ ഇരിക്കുന്നവന്മാരെല്ലാം കള്ളന്മാരാണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ കള്ളന്മാർ ചേർന്നൊരു ഗവൺമെൻറ് എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നവരാണ് ഗവൺമെൻറ്റിൽ ഇരിക്കുന്നവരെങ്കിൽ നമ്മൾ പറയും ഇതൊരു ക്ലപ്റ്റോക്രസി ആണെന്ന്. ഇത് ഗവൺമെൻറ് ബൈ തീവ്സ് ആണ്. ഗവൺമെൻറ് ബൈ തീവ്സ്. ക്ലപ്റ്റോ എവിടെ കണ്ടാലും തീവ്സ് എന്നാണ്. അപ്പോൾ ക്ലപ്റ്റോമാനിയാക്ക് എന്ന് പറഞ്ഞാൽ ഈ പെട്ടെന്ന് മോഷ്ടിക്കാനുള്ള ഒരു വാസനയുള്ള ആളിനെ എന്ത് പറയും? എപ്പോഴും മോഷ്ടിക്കാനുള്ള വാസനയാണ് ക്ലപ്റ്റോമാനിയ എന്നാണ് പറയുന്നത്. അതുപോലെ ക്ലപ്റ്റോക്രസി മീൻസ് ഗവൺമെൻറ് ബൈ തീവ്സ്. കള്ളന്മാർ ചേർന്നൊരു ഗവൺമെൻറ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ക്ലപ്റ്റോക്രസിയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ബൈ തീവ്സ് ആണ് ക്ലപ്റ്റോക്രസി. ഇനി മറ്റൊന്ന് കാക്കിസ്റ്റോക്രസി. കാക്കിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ വേസ്റ്റ് ആണ്. ഒന്നിനും കൊള്ളാത്തവർ, വസ്റ്റായിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടല്ല കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഗവൺമെൻറ് ആണെങ്കിൽ അത് കാക്കിസ്റ്റോക്രസിയാണ്. അപ്പോൾ കാക്കിസ്റ്റോക്രസി മീൻസ് ഗവൺമെൻറ് ബൈ വേസ്റ്റ്. അതാണ് കാക്കിസ്റ്റോക്രസി. ഗവൺമെൻറ് ബൈ വേസ്റ്റ് ആണ് കാക്കിസ്റ്റോക്രസി. ഗവൺമെൻറ് ബൈ തീവ്സ് ആണ് ക്ലപ്റ്റോക്രസി. ഓക്കെ. ഇനി മറ്റൊരു ക്രസി വേർഡ് നോക്കാം. ജെറണ്ടോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ ഓൾഡ് പീപ്പിളിനാണ്. അപ്പോൾ ഓൾഡ് പീപ്പിളുമായി ബന്ധപ്പെട്ടാണ് ജെറണ്ടോ എന്ന് പറഞ്ഞാൽ ഓൾഡ് പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജെറണ്ടോ. അപ്പോൾ ജെറണ്ടോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ ഓൾഡ് പീപ്പിളാണ്. അപ്പോൾ ഗവൺമെൻറ് ബൈ ഓൾഡ് പീപ്പിളാണ് ജെറണ്ടോക്രസി. ഗവൺമെൻറ് ബൈ ഓൾഡ് പീപ്പിൾ, ജെറണ്ടോക്രസി. ഇതിന് മറ്റൊരു ആർച്ച് വേർഡ് നോക്കാം. ഡയാർക്കി. ഈ ഡയാർക്കി ഈ സ്പെല്ലിങ്ങും ശരിയാണ്. സ്പെല്ലിംഗ് ടെസ്റ്റിന് ചോദിച്ചാൽ ഈ രണ്ട് സ്പെല്ലിംഗ് നിങ്ങൾക്ക് എഴുതാം. DIARCHYയും പറയാം, DYARCHYയും പറയാം. ഡയാർക്കി. ഇപ്പം നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് ബൈ 1 എന്ന് പറഞ്ഞാൽ ഓട്ടോക്രസിയാണ്. ഈ ഗവൺമെൻറ് ബൈ 2 ആണ് ഡയാർക്കി. രണ്ട് പേര് ചേർന്നൊരു ഗവൺമെൻറ്, രണ്ട് പേരാണ് അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റിയുള്ള രണ്ട് പേരുണ്ടെന്നിരിക്കട്ടെ ഗവൺമെൻറ്റിൽ. അങ്ങനെയുള്ള ഗവൺമെൻറ്റിന് നമ്മൾ എന്ത് പറയും? ഡയാർക്കി എന്ന് പറയും. ഗവൺമെൻറ് ബൈ 2 ആണ് ഡയാർക്കി. അപ്പോൾ രണ്ട് പേരുടെ ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ് ബൈ 2 ആണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ബൈ 2 ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റീസാണ് ഡയാർക്കി. രണ്ട് സ്പെല്ലിങ്ങും ശരിയാണ്. പിന്നെ അതേസമയം ഗവൺമെൻറ് ബൈ 1 എന്ന് പറഞ്ഞാൽ ഓട്ടോക്രസിയാണ്. അത് മറ്റൊന്ന് ഒളിഗാർക്കി നോക്കൂ. ഈ ഒളിഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂ എന്നാണ് അർത്ഥം. ഒളിഗ് മീൻസ് ഫ്യൂ. ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ എ ഫ്യൂ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ വെരി പവർഫുൾ. കുറച്ച് പേര് ചേർന്നൊരു ഗവൺമെൻറ്, കുറച്ച് പേര്, അവർ വളരെ പവർഫുൾ ആയിരിക്കും, അവരാണ് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഗവൺമെൻറ്റാണ് ഒളിഗാർക്കി. അപ്പോൾ ഒളിഗാർക്കി മീൻസ് ഗവൺമെൻറ് ബൈ എ ഫ്യൂ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഗവൺമെൻറ് ബൈ എ ഫ്യൂ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ വെരി പവർഫുൾ, അതാണ് ഒളിഗാർക്കി. ഇനി മറ്റൊന്ന് നോക്കാം. ഗൈനോക്രസി. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗൈനോക്രസി, ഗൈന എന്ന് പറഞ്ഞാൽ വിമൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഗൈൻ എന്ന് പറഞ്ഞാൽ വിമൻ എന്നാണ്. ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയില്ല, ഗൈന. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ്, ഗൈനോക്രസി എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് ബൈ വിമൻ എന്നാണ്. വിമൻ്റെ ഗവൺമെൻറ്റാണ്
ഗവൺമെൻറ് ബൈ വിമൻ. ഇപ്പോൾ ഗവൺമെൻറ് ബൈ വിമൻ ആണ്, വിമൻ ചേർന്ന് സ്ത്രീകൾ മാത്രമുള്ള ഒരു ഗവൺമെൻറ്റാണ് ഗൈനോക്രസി. അപ്പോൾ ജെറണ്ടോക്രസി ഗവൺമെൻറ് ബൈ ഓൾഡ് പീപ്പിളാണ് ജെറണ്ടോക്രസി. ഗവൺമെൻറ് ബൈ 2 ആണ് ഡയാർക്കി. ഗവൺമെൻറ് ബൈ ഫ്യൂ പീപ്പിളാണ് ഒളിഗാർക്കി. ഗവൺമെൻറ് ബൈ വിമൻ ആണ് ഗൈനോക്രസി. ഇന്ന് നമ്മൾ പഠിച്ചത് കുറച്ച് ക്രസി വേഴ്സും ആർച്ച് വേഴ്സുമാണ്. ഇത് PSC പരീക്ഷകളിൽ SSC എക്സാമിനേഷനിൽ മിക്കവാറും SSC PSC എക്സാമിനേഷനിൽ ഈ ചോദ്യം ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിക്കാറുണ്ട്. ബാങ്ക് എക്സാമിനേഷനും ഇത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. ചില ബാങ്ക് എക്സാമിനേഷനിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ടും ചോദിക്കാറുണ്ട്. ഈ PSC പരീക്ഷകൾക്ക് പോകുന്നവർ അല്ലെങ്കിൽ SSC എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നവർ നിശ്ചയമായും എന്ത് ചെയ്തിരിക്കണം, ഇത് ശരിക്കും പഠിച്ചു വെച്ചിരിക്കണം. മിക്ക ആർച്ച് വേഴ്സും മിക്ക ക്രസി വേഴ്സും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്രസി വേഴ്സും ആർച്ച് വേഴ്സുമാണ് ഞാനിവിടെ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.